ഹലോ ഫ്രണ്ട്സ്, ലിവൻ റേഷൻ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതേ കോൾ ഹിം OG സിനിമയുടെ ഇന്റർവൽ ഫൈറ്റ് സീന് നമ്മൾ കണ്ട് റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇൻട്രോ സീനൊക്കെ റിയാക്ട് ചെയ്തിട്ടായിരുന്നു, പിന്നെ സമയം കിട്ടിയില്ല. നമ്മൾ ഇഷ്ടംപോലെ സിനിമകളും ട്രെയിലേഴ്സ് ഒക്കെ വന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയറണം, പിന്നെ സമയം കിട്ടിയില്ല ബാക്കി കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ സീൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കഥ പറയണമെങ്കിൽ കുറച്ച് പറയാനുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഓടിച്ചെന്ന് പറയാം. അപ്പോൾ പ്രകാശ് ഫോർട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ ഫോർട്ട് പിടിച്ചെടുത്താലാണ് നമ്മുടെ ഇമ്രാൻ ഹാഷ്മിക്ക് അവരുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കടത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രകാശ് രാജിന്റെ നിന്ന് ഇവനക്ക് ഫോർട്ട് വില്ലന്മാർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പ്രകാശ് രാജിന്റെ കൂട്ടുകാരനാണ് ചതിച്ച് അവരെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു. പക്ഷേ ഈ ഫോർട്ട് മാത്രം കൊടുത്തില്ലായിരുന്നു, വിട്ടുകൊടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെ സമയത്ത് പ്രകാശ് രാജിന്റെ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. നമ്മുടെ പവൻ കല്യാൺ വേറെ സ്ഥലത്ത് മാറി താമസിക്കണം, എവിടെയൊന്നും പ്രകാശ് രാജിനും അറിയില്ലായിരുന്നു. പക്ഷെ അവസാനം ഈ പ്രകാശ് രാജിനെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഇവരെ കൊല്ലാൻ നോക്കാണ് പ്രകാശ് രാജൻ. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ OGയുടെ വൈഫ് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവിടെ OGയുടെ വൈഫിനെയും വില്ലന്മാര് കൊല്ലും. പക്ഷെ ഇവൻ OGയുടെ വൈഫാന്ന് വന്നു കഴിയുമ്പോഴാണ് അറിയണത് വില്ലന്മാര് OG വൈഫാന്ന്. അപ്പൊ അങ്ങനെ കൊന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി സീനുകളാണ് കാണുന്നത്. നമ്മുടെ സുധീരൻ നായരുണ്ട്, പിന്നെ പ്രകാശ് രാജ്, പവൻ കല്യാൺ, പിന്നെ ഇമ്രാൻ ഹാഷ്മി, അങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് കാണാം. അപ്പൊ അത്രയും ഓടിച്ചു പറഞ്ഞ കേട്ടോ. ഇപ്പൊ പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവന് വൈഫ് മരിച്ചു. ഇവിടെ നമുക്ക് കാണുന്നത് കൺമണി. മലയാളം കാണാം. പ്രണയത്തിന് വേണ്ടി യുദ്ധം ഉപേക്ഷിച്ച മനുഷ്യന് ഇപ്പൊ സ്വന്തം പ്രണയത്തെ തന്നെ കൊല്ലേണ്ടി വന്നു. സലാറിലുണ്ട് ഇതുപോലത്തെ കിട്ടില്ല സീൻ. ഈ പെണ്ണ് തന്നെ പറയണ കിട്ടില്ല സീന്, ഇന്റർവൽ സീന്. ഇത് ബീജമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് വിചാരിക്കാത്ത അടിപൊളി ബീജമാണ്. ഓ ഓ സുധീരനായരുടെ ഉറക്കുമ്പോ ഭയങ്കര വയലൻസ് പടം, ഒരു രക്ഷയില്ല. ഇതാണ് അവന്റെ കൂട്ടുകാരൻ കേട്ടോ. കൂട്ടുകാരനായിരുന്നു നല്ല, പക്ഷെ അവസാനം അവനെ ചതിച്ച് പ്രകാശ് രാജനെ. OG അല്ലേ ഇവന്റെ കഴിഞ്ഞ പ്രാവശ്യം ഈ വില്ലൻ ശരിക്കും പറഞ്ഞ രക്ഷപ്പെട്ട് പോയാൽ കൊല്ലാണ്ട് വിട്ട് കളഞ്ഞു. എന്നിട്ട് വീണ്ടും അവൻ ഇതിലേക്ക് പോയി. കിട്ടില്ലോ വിന്ററിന്റെ പടം ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ പിന്നെ ഒത്തിരി ഓവറായിട്ട് തോന്നി നമുക്ക്. എല്ലാരും സിമ്പിളായിട്ട് പറയണേ, കാരണം ഇവൻ ഇതിലുള്ളതാണല്ലോ വെച്ച് കഴിഞ്ഞാ സാമ്രായി. അതെ, സ്വന്തം മോനല്ല, വളർത്തു മോൻ. ഓക്കെ, ഇതില്ല സീനാട്ടോ അത്. ഓഹോ, അവേ എറിഞ്ഞു കൊടുക്ക്. ഓ കൈ വെട്ടി. ഓ അവനെ കണ്ടപ്പോ പേടിച്ച് ഓടിയതാ. ഗംഭീര. ഇവനില്ലാന്ന് പറഞ്ഞാണ് ഇവന്മാരെ തോന്നി അസൽ കാണിച്ചു വിട്ടേ. ഇവൻ വീണ്ടും തിരിച്ചു പോകുന്നപ്പോ എല്ലാരും പേടിക്കണം. കാരണം അവനും പേടിയാ. എന്റെ അച്ഛന്മാരെ അവിടെ ബഹുമാനാണോ?
ഇവൻ തിരിച്ചു വരാനും ഞാൻ ചെകുത്താനോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. അത് ശരി. ചെകുത്താന്മാര് പോലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ തിരിച്ചു വരല്ലേ എന്ന്. നിന്റെ സമയം അവസാനിച്ചു. ഗംഭീരയുടെ സമയം തുടങ്ങുകയാണ്. സുദേവ് വലിയ സുമ്മായിട്ട് ഉറക്കി കളയും. ഓ കിട്ടുന്ന സീനത്. ഇതുപോലെ സീനുണ്ട് നമ്മുടെ ബാലേട്ടന്റെ പടത്തില്. ഓ എന്നെ ഫ്രെയിം, ഓ എന്നെ ഫ്രെയിം. നിനക്കുള്ള കോളാ. നിനക്കുള്ളതാ ആ ഫോൺ കോൾ. ഇമ്രാഷിയുടെ ആറ്റിറ്റ്യൂഡ് രക്ഷയില്ല കേട്ടോ. ലുക്കും രക്ഷയില്ല. നിന്റെ അനിയന്റെ തലർത്ത് കഴിഞ്ഞു. അടുത്ത് നിന്റെ ഓജി വന്നിട്ടുണ്ടാ. അതെ, പുഷ്പറ താഴത്തിലിടാ. അറിയില്ല, പക്ഷെ ഉറപ്പായും തലർത്തിരിക്കണം. ഇതും കിട്ടലും ഫ്രെയിമാ. പൊളി ജോണി. ഫയർ സ്റ്റോം ഇസ് ഹിയർ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്റർവെൽ സീൻ ആയി. അപ്പൊ നമുക്ക് ഇത്ര ഒന്ന് റിയാക്ട് ചെയ്യാനുള്ളൂ. ഇനി ഇതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ നോക്കട്ടെ, ഇതിന്റെ വ്യൂ അനുസരിച്ച് അങ്ങനെ നോക്കിയിട്ട്. കാരണം ഇതിന്റെ പാർട്ട്, ഇതിന്റെ ഇൻട്രോ ടൈറ്റിൽ കിട്ടണമെങ്കിൽ നല്ല അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ കുറെ പേരൊക്കെ അതിൽ രണ്ടു മൂന്നരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബാക്കിയും കൂടി ഇടണം എന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ് ഇനിയിപ്പോ നമുക്ക് ലോക്കയുടെ ഇൻസ്റ്റാൾ ഇത് ചെയ്യാനുണ്ട്. കാരണം ഇന്റർവെൽ സീനും ക്ലൈമാക്സ് ചെയ്യാനുണ്ട്, കാന്താരുടെ ക്ലൈമാക്സ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.